ബിറ്റ്കോയിൻ ഹാൾവിംഗ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 20, 2024 നിങ്ങളെപ്പോലെ ഞങ്ങളും ഉറ്റുനോക്കുന്ന ഒരു ദിവസമാണ്. ഓഫ് കോഴ്സ് ബിറ്റ്കോയിൻ ഇസ് ഗോയിങ് ത്രൂ അനദർ ഹാൾവിംഗ്. എന്നാൽ ബിറ്റ്കോയിൻ്റെ ഹാൾവിങ്ങിനെ പറ്റിയും അതിൻ്റെ പ്രൈസിനെ പറ്റിയും ഒരുപാട് മിത്തുകളുണ്ട്. അതായത് ബിറ്റ്കോയിൻ്റെ ഹാൾവിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകും എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ. എന്നാൽ ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഹാൾവിംഗ് കഴിഞ്ഞ ഉടനെ തന്നെയല്ല, ഹാൾവിംഗ് കഴിഞ്ഞ് ഏകദേശം 1 year കഴിഞ്ഞിട്ടാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതും ഓൾ ടൈം ആയി ഹിറ്റ് ചെയ്യുന്നത്. So today in this video I'm gonna share some important aspects and metrics and some numbers to make you understand how far Bitcoin will go and how long it will take. By the way, don't forget to subscribe, like, share and let me know your thoughts in the comment box. This is Mirzad, you're watching Crypto Tribe. വെൽ, അക്കോർഡിംഗ് ടു ദ റിസർച്ച്, ബിറ്റ്കോയിൻ ഹാൾവിങ്ങിന് ശേഷം പ്രൈസിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് ഒരു ആവറേജ് ബിറ്റ്കോയിൻ ഹാൾവിങ്ങിന് ശേഷമുള്ള പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കംസ് അറൌണ്ട് 3200+%. ഞാൻ ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബിറ്റ്കോയിൻ്റെ കുറച്ച് മെട്രിക്സ് ആണ്. കഴിഞ്ഞ 3 ഹാൾവിങ്ങിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ബ്രേക്ക് ഡൗണും ഇൻഫ്ലേഷൻ റേറ്റുമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. 2012 നവംബർ 28 ബിറ്റ്കോയിൻ്റെ ചരിത്രത്തിലെ ആദ്യമായിട്ടുള്ള ഹാൾവിംഗ് നടക്കുന്നത്. അതായത് 50 ബിറ്റ്കോയിൻ എന്ന ബ്ലോക്ക് റിവാർഡ് 25 കുറഞ്ഞു. ഇതിനെ തുടർന്ന് വിത്തിൻ എ ഇയർ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വെറും $12 നിന്നും $1075 ഉയർന്നത്, മാർക്കിംഗ് എ വാല്യുവേഷൻ ഇൻക്രീസ് ബൈ 8858%. അന്ന് ബിറ്റ്കോയിൻ്റെ ഇൻഫ്ലേഷൻ റേറ്റ് 2013 ജനുവരിയിലാവുമ്പോഴേക്കും 27.75 നിന്നും 12% കുറഞ്ഞു. ഇനി നമുക്ക് 2016 ജൂലൈ 9 നടന്ന രണ്ടാമത്തെ ബിറ്റ്കോയിന്റെ ഹാൾവിനെ പറ്റി നോക്കാം. അഗെയിൻ വി സോ റിഡക്ഷൻ ഇൻ ദ ബ്ലോക്ക് റിവാർഡ്. അറ്റ് ദിസ് ടൈം 25 ബിറ്റ്കോയിനിൽ നിന്നും 12.5 ബിറ്റ്കോയിൻ ആയി കുറഞ്ഞു. ആൻഡ് വൺസ് മോർ, അന്ന് $650 ആയിരുന്ന ബിറ്റ്കോയിൻ പ്രൈസ് ഒരു വർഷത്തിനുള്ളിൽ $2560 ആയി ഉയർന്നു, ലീഡിംഗ് ടു എ 294 വാല്യുവേഷൻ ഇൻക്രീസ്. ഇവിടെ ബിറ്റ്കോയിൻ ഇൻഫ്ലേഷൻ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8.7% നിന്നും 4.1%ലേക്കാണ് താഴ്ന്നത്. And the most recent halving took place on May 11th in 2020. ഇവിടെ ബ്ലോക്ക് റിവാർഡ് 12.5 ബിറ്റ്കോയിൻ നിന്നും 6.25 ബിറ്റ്കോയിനിലേക്ക് കുറഞ്ഞു. തുടർന്ന് ഒരു വർഷത്തിനുള്ളിൽ പ്രൈസ് $8,727 നിന്നും $55,847 ആയി ഉയർന്നു, ലീഡിംഗ് ടു എ 540 വാല്യുവേഷൻ ഇൻക്രീസ്. ആൻഡ് ബിറ്റ്കോയിൻ ഇൻഫ്ലേഷൻ റേറ്റ് വെന്റ് ഫ്രം 3.7% to 1.8%. ഈ കഴിഞ്ഞ 3 ചാർട്ടിലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഹാൾവിങ്ങിന് ശേഷം ബിറ്റ്കോയിന്റെ പ്രൈസിന്റെ വാല്യുവേഷനിൽ വളരെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ആദ്യത്തെ പ്രാവശ്യത്തേക്കാൾ കുറവാണ് രണ്ടാമത്തെ പ്രാവശ്യം, എന്നാൽ മൂന്നാമത്തെ പ്രാവശ്യം അതിനേക്കാൾ കൂടുതലാണ്. വിച്ച് മീൻസ് you should never expect an unrealistic price range for Bitcoin in the next run. It is a purely speculative market, so make your investments and trade accordingly. Now let's take a look at Bitcoin's market cap in all these 3 halving. ഫസ്റ്റ് ഹാൾവിംഗ് നടക്കുന്നത് നവംബർ 28, 2012 ഒരു ആഴ്ച മുമ്പേ ബിറ്റ്കോയിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 123.3 മില്യൺ ആയിരുന്നു. ഹാൾവിംഗ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ ഇറ്റ് വെന്റ് അപ് ടു 130.3 മില്യൺ. അത് കഴിഞ്ഞുള്ള 3 മാസത്തിനുള്ളിൽ മാർക്കറ്റ് ക്യാപ്പ് 335.2 മില്യൺ ആയി മാറി. അതിനുശേഷം ഒറ്റ മാസത്തിനുള്ളിൽ ബിറ്റ്കോയിൻ 1 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് എന്ന മൈൽ സ്റ്റോണിന്റെ പക്കലെത്തുകയും 947.4 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് കൈവരിക്കുകയും ചെയ്തു. എന്നാൽ 2016 രണ്ടാമത്തെ ഹാൾവിംഗ് നടക്കുന്ന സമയത്ത് കുറച്ച് വ്യത്യസ്തതകൾ ഉണ്ടായിരുന്നു. ഹാൾവിങ്ങിന് ഒരു മാസം മുമ്പ് 11.9 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടായിരുന്ന ബിറ്റ്കോയിന്റെ മാർക്കറ്റ് ക്യാപ്പ് 10.2 ബില്യണിലേക്ക് താഴുകയും 3 മാസത്തിന് ശേഷം 9.6 ബില്യൺ ആയി കുറയുകയും ചെയ്തു. മാർക്കറ്റ് കറക്ഷന് ശേഷം 2017 ജനുവരിയോട് കൂടിയാണ് 16.4 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഹിറ്റ് ചെയ്ത് ബിറ്റ്കോയിൻ പുതിയൊരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തത്. ഇനി ലാസ്റ്റ് നടന്ന ബിറ്റ്കോയിന്റെ ഹാൾവിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം 182.5 ബില്യണിൽ നിന്നും പിന്നീട് വിത്തിൻ ദ നെക്സ്റ്റ് 3 months അത് 217.3 ബില്യൺ ആയി കൂടുകയും ചെയ്തു. ഓരോ ഹാൾവിങ്ങിന് ശേഷവും ബിറ്റ്കോയിൻ ഉണ്ടാകുന്ന മാറ്റങ്ങളും പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചസും എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഇതിലൂടെ മാത്രമേ അടുത്ത ഹാൾവിങ്ങിന് ശേഷം ബിറ്റ്കോയിൻ എത്രത്തോളം പെർഫോം ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ. അതുകൂടാതെ ബിറ്റ്കോയിന്റെ പ്രൈസിനെ പ്രധാനമായും എഫക്ട് ചെയ്യുന്നത് മാർക്കറ്റ് മെച്യൂരിറ്റിയും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഇവന്റ്സും ഒക്കെയാണ്. ഈ ബിറ്റ്കോയിൻ ഹാൾവിങ്ങിന് ശേഷം എങ്ങനെ പ്രൈസ് ഇൻക്രീസ് ആകും എന്നുള്ളത് നമ്മൾ ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. സോ ഐ ലീവ് ദ ലിങ്ക് ഹിയർ, ഡു ചെക്ക് ഔട്ട്. മൈൻ ചെയ്തെടുക്കുന്ന ബിറ്റ്കോയിന്റെ സപ്ലൈ കുറയുകയും ഡിമാൻഡ് കൂടുകയും അതിനനുസരിച്ച് പ്രൈസ് കൂടുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റിൽ 93.3% ബിറ്റ്കോയിൻ മൈൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതായത് 19.6 മില്യൺ ബിറ്റ്കോയിൻ ഇന്ന് മാർക്കറ്റിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അറ്റ് ആൻ ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് 1.74%. ഇനി വരാൻ പോകുന്ന ഹാൾവിങ്ങിന് ശേഷം ബിറ്റ്കോയിന്റെ പ്രൈസ് കൂടണമെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിന്റെ ഡിമാൻഡ് ഇൻഫ്ലേഷൻ റേറ്റ് ആയ 1.74%-നേക്കാളും കൂടുതലാവേണ്ടതുണ്ട്. മുമ്പത്തെ കണക്കുകൾ പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ് ഇപ്രാവശ്യം 1.74-നേക്കാൾ
അതിനേക്കാളും കുറവാകാനാണ് ചാൻസ്. ലെറ്റ്സ് സേ 1%. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് അതിനേക്കാളും കൂടുതലാവേണ്ടതുണ്ട്. എന്നാൽ ഡിമാൻഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ എഫക്ട് ചെയ്യുന്ന മറ്റൊരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് സെൽ പ്രഷർ, ബിറ്റ്കോയിൻ പെർസെപ്ഷൻ, ഗ്ലോബൽ മാർക്കറ്റ് ലിക്വിഡിറ്റി, ക്രിപ്റ്റോ കറൻസി റെഗുലേഷൻസ്, മാക്രോ എക്കോണമിക് കണ്ടീഷൻസ് ആൻഡ് ക്രിപ്റ്റോ മാർക്കറ്റ് ഇവന്റ്സ്. 2020 2024 ഇടയിൽ ഞാൻ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ കാര്യമായി പ്ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, എലൻ മസ്ക് ട്വിറ്ററിൽ ഒരു ട്വീറ്റ് പങ്കുവച്ചു ബിറ്റ്കോയിൻ ഉപയോഗിച്ചുകൊണ്ട് ടെസ്ല മേടിക്കാമെന്ന്. അതിനുശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് $65,000 ഹിറ്റ് ചെയ്തത്. എന്നാൽ അതിനുശേഷം ബിറ്റ്കോയിൻ എക്കോ ഫ്രണ്ട്ലി അല്ല എന്ന അവകാശമായി എലൻ മസ്ക് വന്നപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴത്തേക്ക് വരുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു. എന്നാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് റെഗുലേറ്ററി അൺസർട്ടനിറ്റിയും ഇൻട്രസ്റ്റ് റേറ്റ്സും ഇൻഫ്ലേഷനും ക്രാഷസും ഒക്കെ കാരണമാക്കിയിട്ടുണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ പേടിയെല്ലാം മാറി വന്നപ്പോഴേക്കും ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീണ്ടും പഴയ പോലെയായി. ആൻഡ് വൺ മോർ തിങ്, US ബാങ്കിങ് ക്രൈസിസ് വന്ന സമയത്ത് അത് ബിറ്റ്കോയിനെ വളരെ പോസിറ്റീവായിട്ടാണ് എഫക്ട് ചെയ്തിട്ടുള്ളത്. സോ നൗ ഐ വുഡ് സേ ബിറ്റ്കോയിൻ ഇസ് മോർ ഓഫ് എ മെച്യൂർ മാർക്കറ്റ് വിച്ച് ഇസ് ക്ലിയർ ത്രൂ ദ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഇനി 4th ഹാൾവിങ്ങിന് മുമ്പായിട്ട് ഓൾറെഡി ബിറ്റ്കോയിൻ ഒരു ഓൾ ടൈമായി ഹിറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. 2021 ഓൾ ടൈമായി 69K ആയിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ബിറ്റ്കോയിൻ 73.7K എന്ന പുതിയ ഓൾ ടൈം ആയി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പങ്കുവച്ചിട്ടുള്ള ETF-ന് ഇതിൽ ഒരുപാട് പങ്കുണ്ട്. ഐ ലീവ് ദ ലിങ്ക്. എനിവേ, ETFസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മൂലം ബിറ്റ്കോയിനിലേക്ക് ഒരുപാട് ഫണ്ട് ഫ്ലോ ഉണ്ടെങ്കിലും ഗ്രേ സ്കെയിലിൻ്റെ ഒരു സെല്ലിംഗ് പ്രഷർ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മൈനിങ്ങിൻ്റെ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാഷ് റേറ്റിലുണ്ടാകുന്ന മാറ്റങ്ങൾ മൈനിങ് ഒരുപാട് ഡിഫിക്കൽട്ട് ആക്കുകയും എക്സ്പെൻസീവ് ആക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ബാലൻസ് ആക്കി പോകാൻ മൈനേഴ്സ് ബിറ്റ്കോയിൻ സെല്ല് ചെയ്യാനുമായിട്ടുള്ള ചാൻസ് കാണുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പങ്കുവെച്ച അനലിസ്റ്റിൻ്റെ പ്രൈസ് ടാർഗറ്റുകൾക്ക് എത്താനായിട്ട് ഇനിയും ബിറ്റ്കോയിൻ ഒരുപാട് കടമകൾ കിടക്കേണ്ടതുണ്ട്. മാത്രമല്ല MT Goxന്റെ ക്രെഡിറ്റേഴ്സിന് പേ ചെയ്യാനായിട്ട് അവരുടെ കയ്യിലുള്ള 13.9 ബില്യൺ വർത്ത് ഓഫ് ദാറ്റ് ഇസ് 2 lakh ബിറ്റ്കോയിൻ അവർ സെൽ ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ നെഗറ്റീവായിട്ട് മാർക്കറ്റിനെ എഫക്ട് ചെയ്തേക്കാം. ഇതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ 2 ഫാക്ടേഴ്സാണ് ബിറ്റ്കോയിൻ്റെ ഹൈപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്പർ 1, the 4th halving itself in April 2024, and number 2, the first federal rate cut expected in May or June 2024. Overall, Bitcoin's market position is stronger than ever, and Bitcoin's ETF will definitely bring a lot of money into Bitcoin. അതുപോലെ തന്നെ ഫിയാറ്റ് കറൻസിയുടെ ഇൻഫ്ലേഷൻ ബിറ്റ്കോയിനിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ട് ഫ്ലോ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഹാസ് എ ഫിക്സ്ഡ് സപ്ലൈ ആൻഡ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഡിമാൻഡ്. ബാക്കിയുള്ളത് കണ്ടറിയാം. എനിവേ, we all are retail investors. There is no right or wrong time to invest in Bitcoin or any other crypto assets. So I would say do your own research and start investing today onwards. Thank you for watching. This is Mirza signing off from Crypto Tribe. I'll see you on the next video.